അഡ്രിയാൻ ലൂണയുടെ അഭാവത്തിൽ അയാളിലേക്ക് നായക പദവി എത്തിച്ചേരുന്നുണ്ട്. അത്രമേൽ ഇമ്പോർട്ടൻ്റായ ക്രൂഷ്യൽ മാച്ചിനെ അയാൾ കൈകാര്യം ചെയ്യുന്ന രീതിയായിരുന്നു വ്യത്യസ്തമാക്കുന്നത്. മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് കളിക്കാർക്ക് നിരന്തരം നിർദ്ദേശങ്ങൾ നൽകുന്നു. പിഴവുകൾ വരുത്തിവെച്ച സച്ചിനെ ശ്വസിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. മുംബൈയുടെ മുന്നേറ്റങ്ങൾക്ക് മുന്നിൽ അവസാന കടമ്പ സൃഷ്ടിച്ച അയാൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ കുപ്പായത്തിൽ അങ്ങനെ ഒരു സൈലന്റ് ഹീറോ ആയി ഒതുങ്ങി നിൽക്കുകയാണ്. വന്ന നാൾ മുതൽ ഇന്നുവരെ മാർക്കോ ലെസ്കോവിച്ച് എന്നത് പകരക്കാരില്ലാത്ത സെൻട്രൽ ഡിഫൻഡർ തന്നെയാണ്. ഡിഫൻസിന് പുറമെ മൈതാനത്തിൻ്റെ ഏത് ദിശയിലേക്കും തൻ്റെ തന്ത്രങ്ങൾ എത്തിക്കാൻ കെൽപ്പുള്ള ഒരു ഓൾറൗണ്ടർ തന്നെയാണ് അദ്ദേഹം. പക്ഷേ പരിക്കേറ്റ് ലെസ്കോ കഴിഞ്ഞ സീസണിൽ മടങ്ങുമ്പോൾ പകരം ഈ സീസണിൽ പുതിയ കളിക്കാർ വന്നപ്പോഴും ചിലരെങ്കിലും അയാളെ മറന്നു കാണും. എന്നാൽ ചിലർക്ക് നായകനാകുവാൻ അവസരം കാലം നൽകും. അതിനായി നിമിഷങ്ങൾ പിറവിയെടുക്കും. അന്ന് പുതിയ നായകന്മാർ ജനിച്ചേ തീരൂ. അതുപോലെ തന്നെയായിരുന്നു മാർക്കോ ലെസ്കോവിച്ചിൻ്റെ ഈ മടങ്ങിവരവ്. മുംബൈയുമായുള്ള മത്സരം അതൊരു ഡുവോഡൈ തന്നെയായിരുന്നു. ലൂണ എന്ന പേര് ഒഴിഞ്ഞു കിടക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ലീഡിംഗ് റോളിൽ ആരായിരിക്കുമെന്ന ചോദ്യം ഉയർന്നു കേട്ടു. അതിൻ്റെ ഉത്തരം പല പേരുകളിലേക്കായിരുന്നു വിരൽ ചൂണ്ടിയത്. ഒടുവിൽ കലൂരിലത് മാർക്കോ ലെസ്കോവിച്ച് എന്ന ക്രൊയേഷ്യക്കാരൻ്റെ നിമിഷങ്ങളിലൂടെയാണ് ഉത്തരമാകുന്നത്. കലൂരിൽ സർവാടകോളം പയറ്റി മടുത്തുപോയ മുംബൈയുടെ മുന്നേറ്റത്തിൻ്റെ കഥകളിൽ പലപ്പോഴും ആ നായകൻ വില്ലനായി അവർക്ക് മുന്നിൽ അവതരിച്ചിരുന്നു. തൻ്റെ ടീമിൻ്റെ പിഴവുകളെ നിരന്തരം ചൂണ്ടിക്കാണിച്ച് അവരെ ജാഗതരാക്കി. ഒരിക്കലും പ്രൊവോക്കഡാവാത്ത ആ മനുഷ്യൻ ഒരു പാവം തൊട്ടാവാടിയാണെന്ന് പോലും പലപ്പോഴും തോന്നിപ്പോയിരുന്നു. എതിർ ടീമുകാരുടെ മെക്കെട്ട് കയറാനോ കൈകാര്യം ചെയ്യുവാനോ അയാൾ ശ്രമിക്കാറില്ല. പക്ഷേ തൻ്റെ സഹതാരങ്ങൾ തെറ്റുവരുത്തിയാൽ അത് അയാൾ ചൂണ്ടിക്കാണിക്കും. തൻ്റെ അധികാര പദവിക്കുള്ളിൽ അയാളുടെ നിയമമായിരിക്കും. അതിനെ അത്ര എളുപ്പം മറികടക്കാനും സാധിക്കുകയില്ല. പ്രീതം കോട്ടാലും നവോച്ചയും സച്ചിനുമെല്ലാം ഉണ്ടാക്കിയെടുത്ത മിസ്റ്റേക്കിനെ ശ്വാസിക്കുകയും ആശ്വസിപ്പിക്കുകയും കോൺഫിഡൻസ് നൽകുകയും ചെയ്യുന്നതിലൂടെ അയാൾ ഇന്നലെ മെരുക്കിയെടുത്തത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഉരുക്ക് കോട്ടയാണ്. അതുകൂടാതെ എത്ര തവണയാണ് തൻ്റെ സ്ലൈഡിംഗ് ടാക്കിളിലൂടെ മുംബൈയുടെ മുന്നേറ്റങ്ങൾക്ക് അവസാനം കുറിക്കുന്നത്. ട്രിൻകിച്ചിൻ്റെ പ്രതികാരത്തിൻ്റെ പ്രഷറും സ്ലോ ഡൗൺ ചെയ്യുന്ന രീതിയും സുന്ദരമായിരുന്നു. ശരിക്കും അയാൾ ഇന്നലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ യഥാർത്ഥ ഹീറോയായിരുന്നു. ദ സൈലന്റ് ഹീറോ. ലെസ്കോ, നിങ്ങളെന്നും ഞങ്ങളുടെ ഭാഗ്യമാണ്. അങ്ങ് ലയണൽ മെസ്സിയുടെ ഇടങ്കാലിനെ പോലും പ്രതിരോധിച്ച നിങ്ങളുടെ കരുത്ത് ഇനിയും ഈ മഞ്ഞക്കുപ്പായത്തിൽ തുടരണം. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇനിയും ചാൻഡുകൾ ഉയർത്തിക്കൊണ്ടേയിരിക്കും.